ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അബായയുടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ്. ഇത് ഒരു പ്രത്യേകതര അബായയാണ്. നമ്മൾ സ്ലീവ് ഒന്നും കട്ട് ചെയ്യാത്ത രീതിയിലുള്ള അബായയാണ്. ഫ്രണ്ടിൽ ഞൊറിവ് വന്നിട്ട് ബാക്കിലേക്ക് കെട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അബായയാണ്. അതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കട്ടിങ്ങിലേക്കും സ്റ്റിച്ചിങ്ങിലേക്കും കടക്കാം. ഇതിന് നമുക്ക് ഒരു 3.5 മീറ്റർ ക്ലോത്താണ് വേണ്ടത്. ആദ്യം മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇത് 65 വീതി വരുന്ന മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വീതി നമുക്ക് വേണ്ട. അപ്പം 4ആയിട്ട് മടക്കി ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒരു 22 വരാൻ പാകത്തിന് മതി വിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മൾ 4ആയിട്ട് ഇതുപോലെ ഒന്നുകൂടി മടക്കുക. ഇതുപോലെ മടക്കുമ്പോഴത്തേക്കും നമുക്ക് വീതി നമുക്ക് കിട്ടേണ്ടത്, മടക്കിയിട്ട് കഴിയുമ്പോൾ കിട്ടേണ്ട വീതി എന്ന് പറയുന്നത് 22 ആണ്. ആദ്യം നമുക്ക് ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകൂടി മടക്കിയിടുക. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടേക്കാണ്. അതിനെ ഇതുപോലെ ഒന്നുകൂടി ഒന്ന് മടക്കിയിടുക. മടക്കിയിടുമ്പോഴത്തേക്കും നമുക്ക് 22 കിട്ടണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത്രയും വെച്ച് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുകളിൽ ഇതുപോലെ ഒന്ന് നോക്കണം, എത്രയാണോ കറക്റ്റാണോ എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് നമുക്ക് സ്ലീവിൻ്റെ ഒരു 6 ഇഞ്ച് നമുക്ക് സ്ലീവ് എടുക്കണം. ഇതുപോലെ താഴേക്ക്. എന്നിട്ട് അവിടെ നിന്നും ഒരു 4.5 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ വളച്ച് വരച്ച് കൊടുക്കുക. ഇതുപോലെ വളച്ച് വരച്ച് കൊടുത്ത് താഴേക്ക് നമുക്ക് ഇതുപോലെ വരച്ച് കൊടുക്കാം. ഇതുപോലെ താഴേക്ക് വരച്ച് കൊടുക്കണം. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി അത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കി കൊടുക്കണം. ബാക്ക് പീസിൽ നമുക്കിനി കട്ടിങ് ഒന്നുമില്ല. ഇനി എല്ലാം ഫ്രണ്ട് പീസിലാണ് കട്ടിങ് ഫുള്ളായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് മാത്രം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ തുടങ്ങാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതുപോലെ അവിടെ നിന്നും 5 ഇഞ്ച് ഇങ്ങോട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ഒരു 15 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പം ഇതുപോലെ അടയാളപ്പെടുത്തി അവിടെ നിന്നും ഇതുപോലെ 5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. മുകളിലും ഇതുപോലെ 5 ഇഞ്ച് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ നമുക്കൊരു സ്കെയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് കറക്റ്റിന് വെച്ച് കൊടുത്ത് നമുക്കത് താഴെ വരെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഈ 5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിതും കട്ട് ചെയ്തെടുക്കണം. ഈ 15 താഴേക്ക് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും സൈഡിൽ രണ്ടും ഇതുപോലെ വന്നിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നത് 15 ഇഞ്ച് ഇറക്കിയിട്ട് ഭാഗമാണ് വരുന്നത്. അതിന് താഴേക്ക് നമുക്ക് ഞൊറിവിട്ടാണ് എടുക്കേണ്ടത്. ഇതുപോലെ ഞൊറിവിട്ടെടുക്കണം. അപ്പം ഞാൻ അതിനായിട്ട് എടുത്ത മെറ്റീരിയൽ നമ്മൾ ആദ്യം കുറച്ച് മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. 22 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ആദ്യം മെറ്റീരിയൽ എടുത്ത് അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ ഞൊറിവിനുള്ളത് എടുത്തേക്കുന്നത്. അപ്പോൾ 15 ഇഞ്ച് ലെങ്തിൽ എടുത്തിരിക്കുന്ന ആ മെറ്റീരിയലിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നമുക്കിനി ചെയ്യാനുള്ളത്
ആ 15 ഇഞ്ച് ലെങ്തിൽ തന്നെ നമ്മൾക്ക് 2 പടി കട്ട് ചെയ്തെടുക്കണം. ഫ്രണ്ടിൽ നമ്മൾ ബട്ടൺസ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ഇതുപോലെ 15 ഇഞ്ച് ലെങ്തിലും പിന്നെ ഒരു 4 ഇഞ്ച് വിഡ്ത്തിലുമായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. 4 ഇഞ്ച് വിഡ്ത്തിലും 15 ഇഞ്ച് ലെങ്തിലും വരുന്ന മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 പടിക്കുള്ളതാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 എണ്ണം ഉണ്ട്, 2 പീസ് ഇതുപോലെ വരും. അത് നമുക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പടിയായിട്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസിലേക്ക് നമുക്ക് നെക്ക് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് നല്ല വീതിക്ക് ഒരു പടി കണക്കുണ്ട്, നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്തേക്കുണ്ട്. അതാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. 2 പീസ് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് കട്ടിങ്ങിൻ്റെ വീഡിയോ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പടിയാണ് സ്റ്റിച്ച് ചെയ്തത്. നമ്മൾ യോക്ക് പാർട്ടിൽ പടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. പടി സ്റ്റിച്ച് ചെയ്തത് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിഞ്ഞില്ല, സ്കിപ്പായിപ്പോയി. അപ്പം പടി രണ്ടും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഫ്രണ്ടിലത്തെ യോക്ക് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ പടി വരുന്ന ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ആ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഒരു 3.5 ഇഞ്ച് വരാൻ പാകത്തിന് വീതിയും ഇറക്കവും 3.5 ഇഞ്ച് വരാൻ പാകത്തിന് നമ്മൾ ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിലേക്ക് വലിച്ച് മുറുക്കി കെട്ടാൻ പാകത്തിന് 2 ബെൽറ്റ് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് മെറ്റീരിയലിൻ്റെ 2 ബെൽറ്റ് കട്ട് ചെയ്തെടുക്കാം. എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് നമുക്ക് ബെൽറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 6 ഇഞ്ച് വീതിക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. രണ്ടെണ്ണം വേണം നമുക്ക്. അപ്പോൾ ഇതുപോലെ സെൻറ്ററിൽ നിന്നും കട്ട് ചെയ്ത് 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മടക്കുക. ഇത് രണ്ടും ഇതുപോലെ ഒരുപോലെ വെച്ച് കൊടുത്ത് മടക്കി ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതൊന്ന് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ കറക്റ്റായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 2 സൈഡ് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇതുപോലെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇത് നമ്മുടെ ഈ അടയാളപ്പെടുത്തിയേക്കുന്ന ഭാഗം ഈ യോക്ക് പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിലും യോക്ക് പാർട്ട് തീരുന്ന 2 സൈഡിലും ഇതുപോലെ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് താഴെയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും താഴ്ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ആ യോക്ക് പാർട്ടിൻ്റെ ഭാഗം വരാത്തടം നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസ് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാലൻസ് ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഇതുപോലെ വീണ്ടും കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കൊത്തിട്ട് കൊടുത്തിരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് നിർത്തുക. 2 സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ആ കൊത്തിട്ട് കൊടുത്തിടത്ത് കൊണ്ടുവന്ന് നിർത്തി 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. മറു സൈഡും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ആ കൊത്തിട്ട് കൊടുത്ത ഭാഗത്തു നിന്ന് താഴേക്ക് നമ്മൾ ആ സെൻറ്റർ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്യുന്നില്ല. മനസ്സിലായെന്ന് കരുതുന്നു. ആ സെൻറ്റർ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ബെൽറ്റിനെ നമ്മൾ മറിച്ചെടുത്തിട്ട് നമുക്ക് ഈ യോക്ക് പാർട്ടിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം.
കറക്റ്റ് സെൻറ്റർ ഭാഗം വരാൻ നമ്മൾ ആ അടയാളപ്പെടുത്തിയ ഭാഗം സെൻറ്ററിൽ വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊത്തിട്ട രണ്ട് ഭാഗവും രണ്ട് സൈഡിലുമായിട്ട് വരാൻ പാകത്തിന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആ ബെൽറ്റ് ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മടക്കി കൊടുക്കുക. മുകളിലും താഴെയും കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് ബെൽറ്റിൻ്റെ ഭാഗം താഴ്ഭാഗവും മടക്കി കൊടുക്കുക, മുകൾ ഭാഗവും മടക്കി കൊടുക്കുക. ഇതുപോലെ വെച്ചങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. യോക്ക് പാർട്ടിൽ ആ ബെൽറ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ആ താഴ്ഭാഗത്ത് ഞൊറിനുള്ള മെറ്റീരിയൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഞൊറി ഇട്ട് കൊടുക്കാനുള്ള ആ മെറ്റീരിയൽ ഇതുപോലെ തന്നെ ആ ബെൽറ്റിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുത്ത് ഞൊറി ഇട്ടെടുക്കണം. ഞൊറി ഇട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റിന് വെച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞൊറിയിട്ടെടുക്കാനുള്ളത് കൊണ്ട് ബെൽറ്റിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഞൊറിയിട്ടിട്ട് മറു സൈഡ് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് ആ ഞൊറിയിൽ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റിന് വെച്ച് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഫ്രണ്ട് പാർട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, ആ ബെൽറ്റ് വയ്ക്കുന്നിടം മാത്രമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വെച്ച് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡിനുള്ളത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ കറക്റ്റിന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ബെൽറ്റ് ഉള്ളിലേക്ക് പൊക്കോളും. ഇങ്ങനെയാണ് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വരുന്നത്. രണ്ട് സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വരും. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബെൽറ്റ് ഉള്ളിലേക്ക് പൊക്കോളും. ഇനി നമുക്ക് ഇത് ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും അടിച്ച് മറിച്ചെടുക്കണം. ഫ്രണ്ട് നെക്ക് അടിച്ച് മറിച്ചെടുത്തതിന് ശേഷം ഷോൾഡർ യോജിപ്പിക്കുക. ഷോൾഡർ യോജിപ്പിക്കുമ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് യോജിപ്പിച്ചെടുക്കണം. എടുക്കുമ്പോഴത്തേക്കും ബാക്ക് നെക്ക് നമ്മൾ അതിലൂടെ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് പല അബായ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഞാൻ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഉള്ളിലേക്ക് അടിച്ച് മറിച്ചെടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു പടി കണക്ക് വെച്ച് കൊടുക്കാനുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഒരു മടക്കി ഇടുമ്പോഴത്തേക്കും ഒരു 7 ഇഞ്ച് വരാൻ പാകത്തിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അന്നേരം ടോട്ടലായിട്ട് ഒരു 14 ഇഞ്ച് വീതിക്കുള്ള മെറ്റീരിയൽ തന്നെ വേണം. അത് മടക്കിയിടുമ്പം 7 കിട്ടാൻ പാകത്തിന് അങ്ങനെയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി അതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ വിഡ്ത്ത് തന്നെയാണ്. ഇതുപോലെ മടക്കിയിട്ടെടുക്കുക, രണ്ടായിട്ട് മടക്കി കൊടുക്കുക ആ മെറ്റീരിയൽ. അതിനുശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് സ്ലീവ് ഇതുപോലെ സാധാരണ സ്ലീവ് മടക്കിൻ്റെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ മടക്കി കൊടുക്കുക. ആ പടി കണക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പീസ് ഇതുപോലെ മടക്കി കൊടുത്ത് സൈഡിൽ നിന്നും ഇതുപോലെ സ്ലീവിൻ്റെ സൈഡ് ഭാഗം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലോ, അതുപോലെ ഇതുപോലെ ഒരരികിൽ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ആ ബായ ഫുള്ളായിട്ടും താഴെ വരെ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് താഴ്ഭാഗമൊന്നും മടക്കി സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഫ്രണ്ടിൽ യോക്ക് പാർട്ടിൽ പടികളിൽ നമ്മൾ 3 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അബായ ഈ മോഡലിലായിരിക്കും ഇരിക്കുന്നത്. ഇത് ബാക്കിലേക്ക് നമ്മൾ ബെൽറ്റ് വലിച്ചു മുറുക്കി കെട്ടുന്നുണ്ട്. ഇതുപോലെ ഇരിക്കും. ഒരു പുതിയ മോഡൽ അബായാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.